ഹായ്, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ആൻഡ് ഹെൻസ് ഷോ ദാറ്റ്. ഈ ക്വസ്റ്റ്യൻ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട്. KTU ഡിസംബർ 2019 2018 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് അറിയാം. എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ്. എന്ത് വേണം? സൈൻ ട്രാൻസ്ഫോം ആണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. എഫ് എസ് ഒമേഗ. എന്താണ് എഫ് എസ് ഒമേഗ ഫോർമുല? √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ട്രാൻസ്ഫോം ആണ്. സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഫോർമുല കൊടുത്തു. √2/π ഇന്റഗ്രൽ എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. അപ്പൊ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി തന്നെയാണ്, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. സൈൻ ഒമേഗ എക്സ് ഡി എക്സ് 0 to ഇൻഫിനിറ്റിയിലേ ഉള്ളൂ. അപ്പൊ ഈ മോഡിന്റെ ആവശ്യം എന്താണ്? മോഡ് വേണ്ട. അപ്പൊ √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? √2/π ഇതിപ്പോ എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് പോലെയാണ്. അതായത് ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. പിന്നെ എന്താണ്? എ സൈൻ ബി എക്സ്, അതായത് മൈനസ് സൈൻ ഒമേഗ എക്സ്. സൈൻ ആയിട്ട് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. ഇതാണ് ഫോർമുല. ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു √2/π ഉണ്ട്, 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇനി എന്താണ്? നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു 0 1 ആണ്. 1 ഇൻറ്റു ഇവിടെ എന്താണ്? ഇത് 0 ആണ്, പക്ഷെ ഇവിടെ ഒരു മൈനസ് ഒമേഗയും കൂടെ വരും അല്ലേ? cos 0 1 ആണ്, അപ്പൊ മൈനസ് ഒമേഗയും കൂടെ വരും. അപ്പൊ എന്തായി? √2/π ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയറിന് കിട്ടി. അതായത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? നേരെ തിരിച്ചാണ്. √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. കിട്ടിയത് സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പൊ എഫ് എസ് ഒമേഗ സൈൻ ആയോണ്ട് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, അതായത് √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി തന്നെയാണ്. എന്താണ് എഫ് എസ് ഒമേഗ? √2/π ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് വരും. ഇതല്ലേ? √2/π 0 to ഇൻഫിനിറ്റി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതല്ലേ? അവിടുന്ന് ഇന്റഗ്രൽ പോർഷൻ മാത്രം എന്ത് വരും? ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആണ്. അപ്പൊ ഇന്റഗ്രൽ പോർഷൻ മാത്രം എന്താണ്? 0 to ഇൻഫിനിറ്റി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എന്താണ്? ഈ പൈ ഇങ്ങോട്ട് വരും. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. അപ്പൊ π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതല്ലേ? ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ. ഇവിടെ എന്താണ് വേണ്ടത്? എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റും ചെയ്യണം. അപ്പൊ അതിനോട് എന്ത് ചെയ്യും? നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അതുകൊണ്ട് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് അതിന്റെ ഇൻവേഴ്സ് ആയി എഫ് ഓഫ് എക്സ് കൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൻസർ ആയി. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താണ്? ഇവിടെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താണ്? √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ. ഇ റൈസ് ടു അല്ല, നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോം അല്ലേ? കൊസൈൻ ട്രാൻസ്ഫോം വരുമ്പോഴേ കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫോർമുല. അപ്പൊ √2/π നമുക്ക് ലിമിറ്റ് എന്താണ്? 0 to ഇൻഫിനിറ്റി തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് കെ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ്
അപ്പോൾ റൂട്ട് 2/π ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് e റൈസ് ടു മൈനസ് കെ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. പിന്നെ അടുത്ത് എന്താണ് മൈനസ് കെ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അതായത് റൂട്ട് 2/π നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 അല്ലേ. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ മൈനസ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e റൈസ് 0 1 ആണ്. 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് കെയും കൂടെ വരും. ഈ ടേം 0 ആണ്. അപ്പൊ എന്തായി റൂട്ട് 2/π k/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം ഈ പാർട്ട് ഇവിടെ എത്തിക്കണം. അതായത് എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സിന്റെ ഫോർമുല റൂട്ട് 2/π ഉണ്ട്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. കണ്ടുപിടിച്ചത് കൊസൈൻ ട്രാൻസ്ഫോം ആണ്. എഫ് സി ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇതാണ് ഫോർമുല. അപ്പൊ റൂട്ട് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്താണ് എഫ് സി ഒമേഗ റൂട്ട് 2/π k/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇതല്ലേ. റൂട്ട് 2 കൂടെ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി k/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതെന്താണ് കിട്ടിയത്? എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു വന്നത്. ഇവിടുന്ന് ഈ ഇന്റഗ്രൽ ഫോം മാത്രം എന്ത് വരും? അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഇന്റഗ്രൽ ഫോം മാത്രം എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി k/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. നമുക്ക് എഫ് ഓഫ് എക്സ് അറിയാം, ഇ റൈസ് ടു മൈനസ് കെ എക്സ് ആണ്. അപ്പൊ എന്ത് വരും? π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ് വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. പക്ഷെ നമുക്കിവിടെ ഒരു കെ ഇല്ല, കെ പോയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ കെയും കൂടെ അവിടെ താഴെ വരും. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടുത്തെ കെ വേണ്ട. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ ഈ ഒമേഗയും കൂടെ ഇവിടെ താഴെ എഴുതിയാൽ മതി. ആൻസർ എന്താണ്? π/2k e റൈസ് ടു മൈനസ് കെ എക്സ് എന്നാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് ലെസ് ദാൻ 1. അപ്പൊ ഇവിടെ ലിമിറ്റ് എന്താണ്? -1 to 1 ആണ്. -1 to 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോറിയർ ട്രാൻസ്ഫോം, അതായത് എഫ് ഒമേഗ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഫോർമുല? നമ്മൾ ആദ്യം പഠിച്ച ഫോർമുലയാണ് 1/√2π ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫോർമുല. നമ്മൾ ആദ്യം പഠിച്ച ഫോർമുലയാണ്. അതായത് 1/√2π എന്താണ് ലിമിറ്റ്? -1 to +1 ആണ്. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആണ്. എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ? കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. രണ്ട് ഇന്റഗ്രേഷനോടെ മാറ്റി എഴുതാം. 1/√2π ഇന്റഗ്രൽ -1 to 1 മോഡ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ -1 to 1 മോഡ് എക്സ് ഒരു ഐ ഉണ്ട് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി എന്ത് നോക്കണം? ഇത് ഓടാണോ ഈവൻ ആണോ നോക്കണം. ഒരാൾ ഓടായിരിക്കും, ഒരാൾ ഈവൻ ആയിരിക്കും. മോഡ് എക്സ് എന്തായാലും ഈവൻ ആണ്, കോസും ഈവൻ ആണ്. അപ്പൊ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഇന്റഗ്രൽ ഈവൻ ഫംഗ്ഷൻ ആണ്. സെക്കൻഡില് സൈൻ ഓടാണ്, അപ്പൊ സെക്കൻഡ് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ 0 കിട്ടും. അപ്പൊ എന്ത് എഴുതാം? 2 ടൈംസ്, അതായത് 2/√2π ഇന്റഗ്രൽ -1 to 1 അല്ല, അപ്പൊ 0 മതിയല്ലോ. 0 to 1 മോഡ് എക്സ്
കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ? ഇനി ഇത് ചെയ്താൽ മതി. ഇതിപ്പോ എന്തിന്റെ ഫോർമുലയാണ്? ഇതെന്തായി? അതായത് √2/π എന്ന് കിട്ടി അല്ലേ? √2/π 2ഉം റൂട്ടും കൂടെ കിട്ടുമ്പോൾ √2/π 0 to 1 mod x cos ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. ഇവിടെ നമുക്ക് എന്താണ്? ഇനി ഇവിടെ ഒരു മോഡിന്റെ ആവശ്യമില്ല, കാരണം 0 to 1 വരെ ഉള്ളൂ. അപ്പോൾ മോഡിന്റെ ആവശ്യമില്ല, നമുക്ക് എക്സ് തന്നെ കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ ഈ കിട്ടിയ എന്താണ്? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയല്ലേ കിട്ടിയത് അല്ലേ? ഇവിടെ മോഡ് എക്സ് ആയിരുന്നു, അത് എഫ് ഓഫ് എക്സ്. അതായത് √2/π ഇന്റഗ്രൽ 0 to ∞ വരെ വരുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഈ ഫോമിലാണ് കിട്ടിക്കഴിഞ്ഞത്. ഇത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോമിലാണ് കിട്ടിയത്. അതായത് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പം ലിമിറ്റ് -∞ to ∞, അതായത് -1 to 1 അങ്ങനെ വരെയാണെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിന് പകരം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. ഈ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് വരും. ചെയ്ത് കിട്ടിയത് എന്താണ്? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം തന്നെയാണ് കിട്ടിയത് അല്ലേ? അതേപോലെ ഈ -∞ to ∞, അതാ അല്ലെങ്കിൽ -1 to 1 -a to a അങ്ങനെ -2 പ്ലസ് വരെയാണെങ്കിൽ മാത്രം. 0 to ∞ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. ലിമിറ്റ് -a to a അല്ലെങ്കിൽ -∞ to ∞, അല്ലെങ്കിൽ -1 to 1 ഇങ്ങനെ -2 പ്ലസ് വരെയാണെങ്കിൽ മാത്രം തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഫൊറിയർ ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. അങ്ങനെ ചെയ്താൽ മതി. അതായത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം തന്നെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം. തന്നിട്ടുള്ളത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിലോ? തന്നിട്ടുള്ളത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് വരില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ എത്തും. കണ്ടോ? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ എത്തും. ഇത്രയും സ്റ്റെപ്പ് വരാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മറ്റേ ഇത് ഈവൻ ആണോ നോക്കിയാൽ എന്താണ്? നമുക്ക് ഈ ഫോർമുല നമ്മൾ എഴുതും. ഈവൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് തന്നെയാണ്. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം തന്നെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പൊ നേരിട്ട് അവിടെ എത്തും. അതായത് √2/π ലിമിറ്റ് എന്താണ്? 0 to 1 എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആണ്. 0 to 1 ആണെങ്കിൽ എക്സ് കൊടുത്താൽ മതിയല്ലോ. കോസ് ഒമേഗ എക്സ് ഡി എക്സ്. കണ്ടോ? ഇത്ര എളുപ്പമായിരിക്കും. ഇത്രയും സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. അപ്പൊ ഇത് ഈവൻ ആണോ എന്ന് നോക്കിയിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം തന്നെയാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇനി അത് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. അപ്പൊ ഇനി ഇതെന്ത് വരും? ഒരു √2/π വെളിയിലുണ്ട്. ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിനെ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിനെ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. ലിമിറ്റ് 0 to 1 ആണ്. അപ്പൊ √2/π എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ ഒമേഗ ബൈ ഒമേഗ പ്ലസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. നമുക്കിവിടെ ഇനി നമ്മൾ ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താണ്? ഇവിടെ 0 വരും, പക്ഷെ ഇവിടെ ഒരു ടേം ഉണ്ട്. ഇത് മൈനസ് ആണ്. കോസ് 0 1 ആണ്. 1/ω സ്ക്വയർ ഇത്രയും വരും. അതായത് √2/π നമുക്കിവിടെ ഡിനോമിനേറ്റർ ഒമേഗ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒമേഗയും കൂടെ ഉള്ളൂ. ഒമേഗ സൈൻ ഒമേഗ പ്ലസ് കോസ് ഒമേഗ ബൈ 1 എന്ന് കിട്ടും. -1 ഒമേഗ സൈൻ ഒമേഗ പ്ലസ് കോസ് ഒമേഗ -1/ω സ്ക്വയർ. ഇതാണ് ആൻസർ. ഉണ്ടോ? അപ്പൊ നമുക്ക് -2 പ്ലസ് വരെയാണെങ്കിൽ നമുക്ക് ഓടാണോ ഈവൻ ആണോ നോക്കിയാൽ കുറച്ചും കൂടെ ചെറുതായിട്ട് കിട്ടും. ആദ്യത്തെ ഫോർമുല തന്നെ എടുക്കണ്ട. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും ഫൊറിയർ ട്രാൻസ്ഫോം. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം തന്നെ ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. എഫ് ഓഫ് എക്സ് അറിയാം. എന്താണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം? എഫ് സി ഒമേഗ, അതായത് √2/π ഇന്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫോർമുല. ഇവിടെ ലിമിറ്റ് 0 to ∞ തന്നെയാണ്. √2/π ഇന്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് എന്താണ്?
ഇ റൈസ് ടു മൈനസ് എ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? അപ്പോൾ റൂട്ട് 2/π വെളിയിലുണ്ട്. ഇതിന്റെ ഫോർമുല നമുക്ക് അറിയാം. ഇ റൈസ് ടു മൈനസ് എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അതായത് റൂട്ട് 2/π. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്, അപ്പൊ 0 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഒരു മൈനസ് എയും കൂടെ വരും, ആ ടേം ഇല്ല. അപ്പൊ എന്താണ്? റൂട്ട് 2/π എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. എന്ത് കിട്ടിക്കഴിഞ്ഞു? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. യൂസിങ് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ഷോ ദാറ്റ്. ഇവിടെ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഇ റൈസ് ടു മൈനസ് എക്സ് എടുക്കാം. ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മൾ ഫംഗ്ഷൻ എടുത്തു. ഇനി എന്താണ്? യൂസിങ് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ്. അപ്പൊ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് എഫ് ഓഫ് എക്സ് എടുക്കാം. എന്താണ് കൊസൈൻ ട്രാൻസ്ഫോം? എഫ് സി ഒമേഗ. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ ആവും എഫ് സി ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കൊസൈൻ ട്രാൻസ്ഫോം ആണ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അതായത് റൂട്ട് 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി തന്നെയാണ് എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. എന്തുവരെ ഇന്റഗ്രേഷൻ? റൂട്ട് 2/π ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അതായത് റൂട്ട് 2/π നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് 0. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. 0 കൊടുക്കുമ്പോഴത്തേക്ക് കോസ് 0 1 വരും. അപ്പൊ അവിടെ എന്താണ്? ഒരു -1 കൂടെ ഉള്ളൂ അല്ലേ? ഇത് 0 ആണ്. അപ്പൊ എന്ത് വരും ആൻസർ? റൂട്ട് 2/π 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോം എടുക്കാം. ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. കണ്ടുപിടിച്ചത് എഫ് സി ഒമേഗയാണ്. എഫ് സി ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ, ഇതാണ് ഫോർമുല. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് റൂട്ട് 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. എന്താണ് എഫ് സി ഒമേഗ? റൂട്ട് 2/π 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ, ഇതാണ്. റൂട്ട് 2ഉം കൂടെ 2 റൂട്ട് പൈയും കൂടെ പൈ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. എന്താണ് കിട്ടിയത്? എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയത് അല്ലേ? ഇവിടെ ഇന്റഗ്രൽ ഫോം മാത്രം എന്ത് വരും? ഇന്റഗ്രൽ ഫോം മാത്രം ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ എന്ത് കിട്ടി? π/2 ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടി. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻസർ ആയില്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഫൊറിയർ കൊസൈൻ ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മാത്രം മതി. എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഫോർമുല? എഫ് ഒമേഗ 1 ബൈ റൂട്ട് 2π ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പം കൊസൈൻ ട്രാൻസ്ഫോം പോലെ സൈൻ ട്രാൻസ്ഫോം പോലെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പൊ 1 ബൈ റൂട്ട് 2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്, ഇതാണ് ഫോർമുല. അപ്പം 1 ബൈ റൂട്ട് 2π എന്താണ് ലിമിറ്റ്? ഇവിടെ എക്സ് ലെസ് ദാൻ 0 വരുമ്പോഴാണ് ഇ റൈസ് ടു കെ എക്സ്. കണ്ടോ, ഇവിടെ വ്യത്യാസമുണ്ട്. എക്സ് ലെസ് ദാൻ 0 വരുമ്പോഴാണ് ഇ റൈസ് ടു കെ എക്സ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഇ റൈസ് ടു കെ എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 0 ആണ്. പിന്നെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്, ഇത്രയല്ലേ ഉള്ളത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ആക്കുമ്പോഴേ 1 ബൈ റൂട്ട് 2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്.
ഇ റൈസ് ടു കെ മൈനസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ഡി എക്സ് ഇങ്ങനെ കിട്ടി. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താണ് 1/√2π ഇ റൈസ് തന്നെയാണ്. ഇ റൈസ് ടു കെ മൈനസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ബൈ കെ മൈനസ് ഐ ഒമേഗ. ലിമിറ്റ് -∞ ടു 0 ആണ്. നമ്മൾ അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് 0 1 ആണ്. അപ്പോൾ ഒരു 1/√2π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/k മൈനസ് ഐ ഒമേഗ. ലോവർ ലിമിറ്റ് -∞ കൊടുക്കുമ്പോൾ ഇ റൈസ് ടു -∞ 0. അപ്പോൾ ലോവർ ലിമിറ്റിന്റെ ആൻസർ 0 ആണ്. അപ്പൊ എന്ത് കിട്ടി? 1/√2π 1/1 മൈനസ് ഐ കെ മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞു. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ആണ്. എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് ആസ് എ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? എഫ് എസ് ഒമേഗ √2π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പൊ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇതാണ് ഫോർമുല. √2π എന്താണ് ലിമിറ്റ്? 0 ടു π വരെ ഉള്ളൂ. 0 ടു π വരെ നമ്മുടെ എഫ് ഓഫ് എക്സ് 1 ആണ്. 1 സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. √2π എന്താണ് സൈനിന്റെ ഇന്റഗ്രൽ? മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. ലിമിറ്റ് 0 ടു π ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് വെളിയിലാക്കാം. -√2π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് ഒമേഗ പൈ ബൈ ഒമേഗ മൈനസ് കോസ് 0 1 അല്ലേ? കോസ് 0 1 ബൈ ഒമേഗ. അപ്പൊ എന്ത് കിട്ടും? -√2π കോസ് ഒമേഗ പൈ മൈനസ് 1 ബൈ ഒമേഗ എന്ന് കിട്ടും. ഈ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് √2π 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഫോറിയർ ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതായത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അത് ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല √2π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ട്രാൻസ്ഫോം ആണ്. എഫ് എസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇതാണ് ഫോർമുല. അപ്പൊ എന്ത് വരും? √2π ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി തന്നെയാണ്, കാരണം ഒമേഗയാണ്. എഫ് എസ് ഒമേഗ എന്ന് പറയുന്നത് √2π 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ. പിന്നെ എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇതാണ്. ഇവിടെ 2π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. നമുക്ക് കിട്ടിയത് ഇത് എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ ഫോം മാത്രം എന്ത് വരും? ഇന്റഗ്രൽ ഫോം മാത്രം ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതല്ലേ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഇതെന്ത് വരും? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് π/2 തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ. യൂസിങ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഷോ ദേ. നമുക്കിത് ഷോ ചെയ്യണം. ഇതൊരു KTU ജൂലൈ 2017 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഇല്ല, നമുക്ക് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ π/2 പോയിട്ടുള്ളത് എടുക്കാം, എക്സ് മാത്രം എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, കാരണം നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു π/2 കൂടെ വരും. ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് കൊടുക്കാം. 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ ഇങ്ങനെ ഫംഗ്ഷൻ എടുത്തു. ഇനി ഇവിടുന്ന് നമുക്കിത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ വഴി ഇത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്.
ഇവിടെ എക്സ് വരുന്ന എവിടെയാണ്? ഇവിടെയൊക്കെ ഒമേഗയോ ഉള്ളൂ. ഇവിടെ എക്സ് വരുന്ന ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് സൈനിലാണ് എക്സ് വരുന്നത്. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോർമാറ്റ് എത്തിക്കഴിയും. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എന്താണ്? എഫ് എസ് ഒമേഗ √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ √2/π ഇന്റഗ്രൽ 0 to 1 വരെ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് √2/π ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിന് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. ലിമിറ്റ് എന്താണ്? 0 to 1 വരും. നമ്മൾ ആ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? √2/π അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോഴേ എക്സിനാണ് 1 കൊടുക്കുന്നത്. മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0, സൈൻ 0 0 ഇല്ല. ഇത്രയുമാണ് കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ്. അപ്പോഴത്തേക്ക് കറക്റ്റ് ഈ ഫോർമാറ്റിൽ കിട്ടും. നോക്കാം. ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √2/π. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. നമ്മൾ സൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിച്ചത്. എഫ് എസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് ഫോർമുല. അപ്പൊ √2/π ലിമിറ്റ് എന്താണ്? 0 to ഇൻഫിനിറ്റി തന്നെയാണ്. എഫ് എസ് ഒമേഗ എന്താണ്? √2/π മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ്. അപ്പൊ എന്ത് വരും? 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ ഒരു ഒമേഗയും കൂടെ വരും. മൈനസ് ഒമേഗ കോസ് ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇങ്ങനെയല്ലേ? ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഇവിടെ നിന്ന് ആ ഇന്റഗ്രൽ ഫോം മാത്രം ഒന്ന് വരും. ഇന്റഗ്രൽ ഫോം മാത്രം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ ഒന്ന് തിരിച്ചെഴുതാം. സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എന്താണ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് π/2 ഇൻറ്റു എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? എക്സ് if 0 less than x less than 1 അല്ലേ? if x greater than 1 ആണെങ്കിൽ 0 അല്ലേ? അപ്പോൾ ഈക്വൽ ടു 1 ഡിസ്കണ്ടിന്യൂറ്റി ആണ്. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. if x ഈക്വൽ ടു 1 എന്താണ്? എക്സിന്റെയും 0യുടെയും ആവറേജ് അല്ലേ x/2. അപ്പോൾ എന്ത് കിട്ടും? ഈ ആൻസർ നേരെ എഴുതുമ്പോൾ ഇതേപോലെ കിട്ടൂലേ? അതായത് π/2 ആദ്യത്തത് π/2 ഇൻറ്റു എക്സ് if 0 less than x less than 1. അടുത്ത എന്താണ്? x ഈക്വൽ ടു 1 വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സിന് 1 കൊടുക്കും. അപ്പൊ π/4. x ഈക്വൽ ടു 1 വരുമ്പോൾ എന്താണ്? x ഈക്വൽ ടു 1 എക്സിന്റെയും 0യുടെയും ആവറേജ് ആണ്. പക്ഷെ എക്സിന് 1 കൊടുക്കും. അപ്പോൾ 1/2 ആണ് വരേണ്ടത്. നമ്മൾ ഈ π/2 കൂടെ വരുമ്പോൾ π/4 ആവും. π/4 if x ഈക്വൽ ടു 1. ഇനി എന്താണ്? 0 if x greater than 1. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഒരു KT ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കൊസൈൻ ട്രാൻസ്ഫോം? എഫ് സി ഒമേഗ √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് √2/π. എന്താണ് ലിമിറ്റ്? 0 to 1 ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ
കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ് വരുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് 2/π വെളിയിലുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് ഒമേഗ എക്സിനെ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2x ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിനെ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. അടുത്ത പ്ലസ് ആണ് വരേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2xനെ 2 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസിനെ മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ക്യൂബ് ആകും. ലിമിറ്റ് 0 to 1 ആണ്. ഈ ലിമിറ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആകും. അപ്പൊ റൂട്ട് 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ പ്ലസ് 2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്നത് ഇവിടെ 0, ഇവിടെ 0, സൈൻ 0 0 എല്ലാ ടേമും 0 ആണ്. നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്നുള്ള മോഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ.